ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ലെസ് പോർട്രേറ്റ് എങ്ങനെയാണ് ചെയ്യാന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് ഒരു OHP ഷീറ്റാണ് കേട്ടോ. ഈ OHP ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്. ഇതിലാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു A5 സൈസ് ഫ്രെയിമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ് കേട്ടോ. കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു CD മാർക്കർ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള ഫേസ്ലെസ് പോർട്രേറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് പിക്സാർട്ട് പറയുന്ന ആപ്പാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ നമുക്കത് ആൻഡ്രോയിഡിലും അതുപോലെ ഐഫോണിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഐപാഡിലാണെങ്കിൽ പ്രോക്രിയേറ്റ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഫോട്ടോനെ ട്രേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ്. അത് ഞാൻ ജസ്റ്റ് OHP ഷീറ്റിലോട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. CD മാർക്കർ യൂസ് ചെയ്താണ് കേട്ടോ ട്രേസ് ചെയ്തത്. എന്നിട്ട് ഇനി നമുക്ക് വേണ്ട കളർ, ആക്രിലിക് കളർ ജസ്റ്റ് അതിലോട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട കളറാക്കിയിട്ട് ജസ്റ്റ് അടിച്ചെടുക്കാം. ഇത് OHP ഷീറ്റിന് പകരം നമുക്ക് നമ്മുടെ ക്യാൻവാസിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ യൂസ് ചെയ്ത സ്കിൻ കളർ ഉണ്ടല്ലോ, അത് നമ്മൾ കളർ മിക്സിങ്ങിലൂടെ ചെയ്തതാണ് കേട്ടോ. കുറച്ച് വൈറ്റ് കളർക്ക് കുറച്ച് യെല്ലോ കളറും അതുപോലെ ഒരു ബ്രിക്ക് റെഡ് കളറും കൂടെ കുറച്ച് ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് കളർ മിക്സിങ്ങിലൂടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ കൂടെയാണ് കേട്ടോ. വെഡ്ഡിങ് അതുപോലെ ബർത്ത്ഡേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ മൂമെൻറ്റ്സിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടെയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു സ്മോൾ ബിസിനസ്സാണ്. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഫ്രെയിമിലോട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനും കൂടെ ഉള്ളൂ. നമ്മുടെ OHP ഷീറ്റ് എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രെയിമിൻ്റെ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ OHP ഷീറ്റാണ് ഇട്ട് വെച്ച് കൊടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് ആദ്യം ഗ്ലാസ് വെച്ച് കൊടുക്കുക, എന്നിട്ട് OHP ഷീറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രെയിം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഫ്രെയിമിന് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കാർഡ്ബോർഡിൻ്റെ കളറാണ് കേട്ടോ ഉണ്ടാവുക. അത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വെച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ാണ് കേട്ടോ. ഇപ്പോൾ വൈറ്റ് പേപ്പർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ഗ്ലാസ് വെച്ചതിന് ശേഷം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ളൊരു പിക്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നൊന്നും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.